അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി. ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കൊക്കെ പ്രിയങ്കരനായിരുന്നു. നമ്മുടെ കൂടെ ഇപ്പോൾ എല്ലാ രംഗത്തും സജീവമായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന നമുക്കൊക്കെ പ്രിയങ്കരനായ ഈസക്ക എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഈസ എന്ന നമ്മിൽ നിന്ന് മൺമറിഞ്ഞു പോയി. അല്ലാഹു മഹാനവർക്കും മഹ്ബൂബും അനുഗ്രഹിക്കട്ടെ. സർവ്വദോഷങ്ങളെ അല്ലാഹുവിற்கு മാപ്പാക്കി മാറാവട്ടെ. അദ്ദേഹത്തെ നമ്മയും എല്ലാവരും അല്ലാഹു അവരുടെ ജന്നാത്തുൽ ദിവസം ഒരുമിച്ച് കൂട്ടട്ടെ പ്രാർത്ഥിക്കണം. ഈസക്ക എന്ന് പറഞ്ഞാൽ ഇത്ര അധികം ആളുകൾ കൂടാതെ ഇപ്പം അങ്ങനെ പെരുവന്തനം കൂടിയല്ലോ. CS സെൻ്ററും അല്ലെങ്കിൽ മറ്റു ജീവകാരുണ്യ രംഗത്തും അതേപോലെ മതരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും കലാരംഗങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കുത്തിവെക്കപ്പെട്ട ആളാണ്. വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമുടമ എന്നത് അദ്ദേഹം എല്ലാ കാരുണ്യ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനത്തിനാണെങ്കിൽ അകമഴിഞ്ഞ പിന്തുണയും സേവനങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്ത ദൗത്യം നിർവഹിക്കാനുള്ള അദ്ദേഹം സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല അതിൽ അദ്ദേഹത്തിൻ്റെ വക ഒന്ന് സന്ദർശിക്കുകയും നോക്കുകയും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളടക്കം നൽകുന്ന വ്യക്തിയാണ്. അള്ളാഹു ഇതിലേക്ക് പ്രതിഫലം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറെടുത്തിട്ട് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ പ്രാർത്ഥിക്കണം. കാരണം നമ്മളൊക്കെ ജീവിക്കുമ്പോൾ സമൂഹത്തിന് വേണ്ടിയുള്ള നന്മ ചെയ്തുകൊണ്ട് സമൂഹത്തിൻ്റെ അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മതചിട്ടയൊക്കെ ഉള്ള വ്യക്തിത്വം കൂടിയാണ്. എല്ലാ രംഗത്തും തിളങ്ങിയിരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഇപ്പം ഏത് ജില്ലയിൽ പോയാലും അദ്ദേഹത്തെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ടാവില്ല. ഈസക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഏത് ജില്ലയിൽ പോയാലും അദ്ദേഹത്തിൻ്റെ സംരംഭം. അതേപോലെ എനിക്ക് തോന്നുന്നു 1-2 ഈ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സ്ഥാപനം അടക്കം നടത്തുന്നത് കൊടുക്കുള്ളൂ. ഞാൻ തന്നെ സന്ദർശിച്ചിട്ടുണ്ട് 2 സ്ഥലം. അപ്പോൾ അദ്ദേഹം അവിടെ ഇതേപോലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ സ്ഥാപനം സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള സംരംഭം സഹായം ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ രംഗത്തുണ്ട്. അപ്പോൾ ഇത്ര നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മിൽ നിന്ന് മഹാനവറുകൾ വിട പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുകയും അദ്ദേഹത്തിൻ്റെ സ്മരണ ഓർത്ത് അദ്ദേഹത്തിന് ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥന എന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കാരം നടത്തി അള്ളാഹു പുറത്തു കൊടുക്കട്ടെ പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇങ്ങനെ ഒരുമിച്ച് കൂടാനുള്ള ഒരു സൗകര്യം കിട്ടി. കാരണം നമ്മൾ മുസ്ലിം മറുപടി ഞാൻ ഉദ്ഘാടനത്തിന് സമയത്ത് വരേണ്ടതായിരുന്നു. അന്ന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ പടച്ചവൻ്റെ ഒരു കഥ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവും, അതിൽ പങ്കെടുക്കണം. ഇന്നലെ മുസ്ലിം വിളിച്ചു പറഞ്ഞു ഈ ഹാളിൻ്റെ ഉദ്ഘാടനം തന്നെ. കാരണം ഞാൻ ഇവിടെ സാന്ദർഭികമായിട്ടാണ് ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇന്നലെ ആക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ആക്കാമെന്ന് വിളിച്ചു. അപ്പോൾ അള്ളാൻ്റെ കഥാവ് അതാണ്. അള്ളാൻ്റെ കഥാവ് നമുക്കാർക്കും ഡേറ്റ് വെച്ചിട്ട് നടക്കാത്ത പരിപാടി. ആ ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല. അത് പെട്ടെന്ന് തീരുമാനമാവും. എന്താണെങ്കിലും ആ പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ അനുസരിച്ചിലാണ് മരണം വന്നതും. അള്ളാഹാണ് അതിൻ്റെ സമയമാകുമ്പോൾ അള്ളാഹ് വിളിച്ചോളൂ. അള്ളാഹിൻ്റെ വിധി അനുസരിച്ച് നമുക്കൊരു സമയം പോലും ഒരു മിനിറ്റ് പോലും തെറിപ്പിക്കാൻ കഴിയില്ല. അള്ളാഹു വിളിച്ചു വിട്ടു. അപ്പം അതേമാതിരി ഇവിടെ ഈ സാഹചര്യം ഉപയോഗിച്ചിരുന്ന ഈ ഹാളിൻ്റെ ഉദ്ഘാടനം പെടുമ്പോൾ ഇങ്ങനെ നിർവഹിക്കുന്നത് പഠിച്ചു വിരിച്ച് അങ്ങനെ ആയിരിക്കും. അതിലൊക്കെ ഹൈറുണ്ടാവും. ഹൈറാക്കി തന്നെ പ്രാർത്ഥിക്കണം. എല്ലാ രീതിയിലും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ രംഗത്തും എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൊക്കെ ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് തീർക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതേപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രിയങ്കരായിരുന്ന അൽഷിബിൻ്റെ ഡയറക്ടറും അതേപോലെ അവരുടെ ട്രസ്റ്റിൻ്റെ ഒക്കെ ട്രഷററുമായിരുന്ന അക്രമാജി മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിനും മഹബറത്തും മഹബറത്തും അനുഗ്രഹിക്കട്ടെ. സർവ്വദോഷങ്ങളും കൊടുത്ത് മാപ്പാക്കി കൊടുക്കും. അത് പ്രാർത്ഥന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആരുടെയും പേര് പറഞ്ഞ് സമയം വൈകിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ,
സഹോദരന്മാരും, ഈ ഒരു ഹാള് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഒരുമിച്ച് കൂടേണ്ടി വരുമെന്ന് നമ്മളാരും മനസ്സിൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. നേരത്തെ മുസ്തഫ സാഹിബ് പറഞ്ഞതുപോലെ 2 പരിപാടികൾ ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഇവിടുത്തെ വളണ്ടിയർ കോറിനെയും അതുപോലെ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം, ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളുടെയൊക്കെ ഒരു യോഗം ആദ്യമായിട്ട് വിളിക്കണമെന്നായിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അന്ന് അത് നടന്നില്ല. പിന്നീട് നമ്മൾ പരിശുദ്ധ റമദാൻ മാസമൊക്കെ വരികയാണ്, ഒരു വനിതാ സംഗമം, വനിതാ വളണ്ടിയർമാരുടെ ഒരു യോഗം നടത്തണമെന്ന് വിചാരിച്ചിരുന്നു. അതും നടന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ഈസക്കയുടെ ഒരു അനുസ്മരണത്തിന് വേണ്ടി ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചതായിരിക്കാം ഈ ഹാളിൻ്റെ ഈ ഉദ്ഘാടനം. 3-4 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ എല്ലാമായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പെരിന്തൽമണ്ണ CH സെൻ്ററിൻ്റെ ആവശ്യകതയെപ്പറ്റി ഞങ്ങളൊക്കെ തങ്ങളോട് പോയി സംസാരിച്ചപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഇതിൻ്റെ കമ്മിറ്റിയെ തങ്ങൾ തന്നെ അവിടുന്ന് പ്രഖ്യാപിച്ചപ്പോൾ തങ്ങളുടെ മനസ്സിൽ ആദ്യമായി ഓടി വന്നത് ട്രഷറർ സ്ഥാനത്തേക്ക് നമ്മുടെ ഖത്തറിലുള്ള മുഹമ്മദ് ഈസ സാഹിബ് ആയിക്കോട്ടെ എന്ന് ബഹുമാനപ്പെട്ട തങ്ങളാണ് ആ പേര് നിർദ്ദേശിച്ചതും ഈസ സാഹിബിനെ നമ്മുടെ ഈ CH സെൻ്ററിൻ്റെ ട്രഷററായി നിശ്ചയിച്ചത്. ഒരു സ്ഥലത്തിന് വേണ്ടി നമ്മൾ അങ്ങേയറ്റം ആഗ്രഹിച്ചു. കണ്ട അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴേക്കിനാണ് ഒരു മാലാഖയെ പോലെ നമ്മുടെ എമറാൾഡ് ഗ്രൂപ്പിൻ്റെ നമ്മുടെ അതേമാതിരി അബൂബക്കർ ഹാജി ഫൈസലുമായിട്ടാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഒരു 10 സെൻറ്റ് സ്ഥലം CH സെൻ്ററിന് വേണ്ടി നിങ്ങൾ അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ വല്ലാത്തൊരു നമുക്ക് എല്ലാ ധൈര്യവും തന്നിരുന്നത്. നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, പൈസൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രശ്നമാക്കണ്ട, നമുക്ക് എത്രയും വേഗം ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം. ബഹുമാനപ്പെട്ട ഉണ്ണിയാക്ക അവിടെ ഇരിക്കുന്നുണ്ട്. ഉണ്ണിയാക്കയുടെയൊക്കെ അവരെ വിളിച്ചു വരുത്തി അവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് നമുക്കുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈസക്ക ഓരോ സമയത്തും നമ്മളോട് ഇങ്ങനെ വിളിച്ച ആവേശം തരികയാണ്. അവസാനമായി കഴിഞ്ഞ മാസം നമ്മുടെ ഈ CH സെൻ്ററിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം വീണ്ടും ഒന്നും കൂടെ വന്നു. അങ്ങനെ പെട്ടെന്ന് ഇവിടെ വെച്ചൊരു മീറ്റിംഗ് കൂടാൻ സാഹചര്യമില്ലാത്തത് കൊണ്ട് പാതിരാത്രിയിൽ ഞങ്ങൾ KPM മജീദ് സാഹിബ്, നമ്മുടെ പ്രസിഡന്റ് മജീദ് സാഹിബിൻ്റെ വീട്ടിൽ പോയി ഒരു മീറ്റിംഗ് കൂടി. അവിടെ വെച്ച് ഈസക്ക പറഞ്ഞു, നമുക്ക് CH സെൻ്റർ കോഴിക്കോടിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ഒക്കെ ആ ഒരു സാഹചര്യത്തിലേക്ക് പെരിന്തൽമണ്ണ CH സെൻ്റർ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് ഈ ഫിസിയോതെറാപ്പി ഡോക്ടറെ നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്ത് തന്നത്. ഓരോ ദിവസവും അദ്ദേഹം വിളിക്കണം ഖത്തറിൽ നിന്ന്. ഒരു 3-4 ദിവസം അദ്ദേഹത്തിന് സുഖത്തിൻ്റെ പേരിൽ മാത്രം അദ്ദേഹം വിളിച്ചില്ല. 2 ദിവസം മുമ്പ് ഇവിടുന്ന് മുസ്തഫ സാഹിബ് വിളിച്ചു. അപ്പോൾ ചുമക്കാണ്, വല്ലാത്തൊരു ചുമ. ആ ചുമക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, ഒരു 2 ദിവസം നിങ്ങൾ എനിക്ക് സമയം തരും, ഞാനിതൊന്ന് ഭേദമായിക്കോട്ടെ, ഞാൻ അവിടെ വരും, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് അദ്ദേഹത്തിൻ്റെ ഒരു അവസാന വാക്കും അതുപോലെ മജീദ് സാഹിബിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം
ഒരുപാട് കാര്യങ്ങൾ. പെരിന്തൽമണ്ണ CH സെൻ്റർ അത് അദ്ദേഹം മറ്റ് CH സെൻ്ററിലൊക്കെ അദ്ദേഹം ഭാരവാഹി സ്ഥാനമുണ്ട്. ചൂലൂർ CH സെൻ്ററിൻ്റെ ഭാരവാഹിയാണ്, തിരുവനന്തപുരം CH സെൻ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഇതൊക്കെ ആണെങ്കിലും പെരിന്തൽമണ്ണ CH സെൻ്റർ അത് ഉയർന്നു കാണണമെന്ന് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ജീവിത സമയത്ത് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കിതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇന്നലെ നമ്മൾ ഖത്തറിൽ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നത്രേ, ഞാൻ എപ്പോഴെങ്കിലും ഖത്തറിൽ വെച്ച് മരണപ്പെട്ടാൽ എൻ്റെ മയ്യത്ത് ഇവിടെ തന്നെ മറവ് ചെയ്യണമെന്ന് അദ്ദേഹം വസിയത്ത് ചെയ്തിരുന്നു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഇന്നലെ 10,000-കണക്കായ ആളുകളുടെ സാന്നിധ്യത്തിൽ ആ മസ്ജിദിൻ്റെ ഇമാമ് ഒരു ഖത്തരിയായ അറബി അദ്ദേഹം പറയുന്നത്, യൂസുഫുൽ ഖർദാവി എന്ന ലോക പണ്ഡിതൻ മരണപ്പെട്ടു പോയ സമയത്ത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കരിക്കാനാണ് ഇത്രയും ജനങ്ങളെ ഈ ഖത്തറിൽ ഒരുമിച്ച് കൂടിയതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അത്രക്കും ജനം ഈസ സാഹിബിൻ്റെ, കാരണം എല്ലാ രംഗങ്ങളിലും അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. നമുക്കൊക്കെ അറിയാലോ, മാപ്പിളപ്പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫുട്ബോളിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ എത്രയോ ആളുകൾക്ക് അദ്ദേഹം സഹായങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ CH സെൻ്ററുകളും നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ മരണപ്പെട്ട 4 കുടുംബങ്ങൾക്കും ആ മരണപ്പെട്ടവരുടെ വ്യക്തികളുടെ കുടുംബത്തിന് അവരുടെ സാലറി ഇപ്പോഴും ഓരോ മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് ഈസക്ക് അയക്കാണ് ഖത്തറിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ മരണപ്പെട്ടു പോയതാണ്. കോവിഡ് സമയത്ത് മരണപ്പെട്ടതായിരുന്നു ഒരാൾ. അവരുടെ കുടുംബങ്ങളിലേക്കൊക്കെ എല്ലാ മാസവും ഒരു ദിവസവും മുടങ്ങാതെ കറക്റ്റ് ദിവസം ആ സാലറി അയച്ചു കൊടുക്കണം. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് ദിവസങ്ങൾക്ക് 2 മാസങ്ങൾക്ക് മുമ്പ് വിനീതനായ ഞാനും മുസ്തഫ സാഹിബും ഗൾഫിൽ നമ്മുടെ ഈ CH സെൻ്ററിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഗൾഫിൽ ചാപ്റ്ററുകൾ ഉണ്ടാക്കാൻ വേണ്ടി UAE ഞങ്ങളൊരു പര്യടനം നടത്തി. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഈസാക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ കാലിന് സുഖം ഉണ്ടായിരുന്നില്ല. ആ കാലിങ്ങനെ ഒന്നായിട്ട് നീര് വന്നിങ്ങനെ തടിച്ച് നിൽക്കരുത്. അതൊന്നും വകവെക്കാതെ രാവും പകലും എല്ലാ സ്ഥലത്തും, ദുബായിലും അബുദാബിയിലും മലയിലും ഫുജൈറയിലും റാസൽ കൈമയിലും എല്ലാ സ്ഥലത്തും അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഓടി നടക്കും. കാരണം എങ്ങനെയെങ്കിലും ഈ CH സെൻ്റർ ഉയർന്നു കാണണം. അദ്ദേഹത്തിൻ്റെ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും ആ CH സെൻ്റർ ഉയർന്നു കാണുകയും അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടുകയും ചെയ്തു. വല്ലാത്തൊരു സന്തോഷത്തോടുകൂടിയാണ് അന്നത്തെ ആ യോഗത്തിലൊക്കെ അദ്ദേഹം പ്രസംഗിച്ചത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈസക്കാടെ ഒരനുസ്മരണം നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ എന്താണ് പറയുക എന്നറിയുന്നില്ല. കാരണം വളരെ സങ്കടം തോന്നും. കാരണം ഓരോ ദിവസം അദ്ദേഹം വിളിക്കുകയാണ്. മുസ്തഫ സാഹിബിനെ വിളിക്കും, എന്നെ വിളിക്കും, മജീദ് സാഹിബിനെ വിളിക്കും, അങ്ങനെ ഓരോ ആളുകളെയും വിളിക്കും. എന്നിട്ട് ഈ സീസൺ എന്തായി, എവിടെ എത്തി, എത്ര ആളുകൾ ഫിസിയോതെറാപ്പിക്ക് വന്നു, എത്ര ആളുകൾ അഡ്മിറ്റ് ഉണ്ട്, ഇതൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇന്ന് ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ കരങ്ങളാണ്. ഇവിടെ വന്ന ആളുകളൊക്കെ ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും. താഴെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള സൗകര്യം, അതിൻ്റെ മേലെ നമ്മൾ പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റൽ 12 രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം, അതിൻ്റെ മേലെ നമ്മൾ ഫിസിയോതെറാപ്പി സെൻ്റർ, ദിവസം 10 പേരെ ഫിസിയോതെറാപ്പി ഡോക്ടർ അവരുടെ സേവനം നടത്തുന്നു. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ ഈ കോൺഫറൻസ് ഹാൾ, ഇങ്ങനെ എല്ലാ സൗകര്യത്തോടു കൂടി ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ആ വലിയ മനുഷ്യൻ്റെ പങ്ക് നമുക്ക് ഒന്നും മറക്കാൻ കഴിയില്ല. മറ്റൊരാളിലൂടെ നമുക്ക് അള്ളാഹു നികത്തിത്തരട്ടെ എന്ന് നമ്മളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ബഹുമാനപ്പെട്ട ഈസ സാഹിബിന് വേണ്ടി നമ്മളെല്ലാവരും 5 വക്തിലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ വരുന്ന ഓരോ രോഗികളുടെയും പ്രാർത്ഥനയിൽ അദ്ദേഹം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി.
വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖത്തിൻ്റെ ഒരു ദിവസമായി. ഒന്ന്, തൻ്റെ ബിസിനസ്സുകളും മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി പ്രവർത്തിച്ച എല്ലാവരും പ്രിയങ്കരനായ മിസസ് സാഹിബിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 40 വർഷക്കാലം ഞങ്ങളെ കൂടപ്പിറപ്പായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് ഹാജി എന്ന അക്രമാജിയുടെ വേർപാട് രണ്ടും ആകസ്മികമായ വേർപാടായിരുന്നു. ഹാജിക്ക ഏതാണ്ട് 3-4 ദിവസങ്ങൾക്ക് മുമ്പാണ് ഹോസ്പിറ്റൽ വീസിങ്ങും അതുപോലെ തന്നെ ഡയബറ്റീസ് കൂടിയിട്ട് അവിടെ അഡ്മിറ്റാവുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പൾസ് കൂടുകയും അതുപോലെ തന്നെ ക്രിയാറ്റിൻ കൂടുകയും ചെയ്തപ്പോൾ അത് 2-3 ദിവസം കൊണ്ട് തന്നെ നോർമലാവുകയും രാവിലെ സംസാരിച്ച് 8 മണിക്ക് സംസാരിച്ച് 8:30 മണിക്ക് ഭക്ഷണം കഴിച്ച് അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇവിടെ ഒരു വേദന വരുന്നു എന്ന് പറയുകയും അതോടുകൂടി ഛർദ്ദിക്കുകയും അതോടുകൂടി മരിക്കുകയും. അദ്ദേഹത്തിൻ്റെ അപകടം നമ്മൾ ഇന്നലെ മറവ് ചെയ്തു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഈസക്കാരൻ്റെ മരണം വരുന്നത്. ഈസക്കാരൻ എന്നെ സംബന്ധിച്ചിടത്തോളം യൂസുഫ് സാഹിബ് എന്ന് പറയുന്നത് നമ്മൾ IAS അക്കാഡമിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് കൂടുതൽ ബന്ധപ്പെടുന്നത്. IAS അക്കാഡമി നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ അവസാന ഘട്ടം വന്നപ്പോൾ സാമ്പത്തികമായിട്ട് ഞെരുങ്ങൽ ഉള്ള ഒരു സമയത്ത് അദ്ദേഹം ഒരു ദിവസം IAS അക്കാഡമിയിൽ വരികയും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യണം, അദ്ദേഹം ഒരു മടിയും കൂടാതെ സാഹിബ് ഇത്ര എമൗണ്ട് എൻ്റേതായിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നു. അപ്പോൾ തന്നെ ആ പൈസ അറേഞ്ച്മെൻറ്റ് ചെയ്ത് തരുകയും ഇത് നിങ്ങൾ 2 പേരും കൂടി ഖത്തറിലേക്ക് വരണം, ഖത്തറിലേക്ക് വന്ന KMCC കൊണ്ട് അത് ഞാൻ ചെയ്യിപ്പിച്ച് തരും എന്ന് പറയുകയും അങ്ങനെ ഞാനും നജീബ് സാഹിബ് കൂടി ഖത്തറിൽ പോയപ്പോൾ സത്യത്തിൽ വളരെ വലിയ സ്വീകരണമാണ് ഞാൻ കണ്ടത്. അതോടൊപ്പം തന്നെ ഖത്തറിലെ KMCC മറ്റുള്ള അവിടുത്തെ VIP-കളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി മൂപ്പർ നമുക്ക് നല്ലൊരു സംഖ്യ ഇതിൽ തന്നു. അന്ന് എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുകയാണ്. സാഹിബേ, നമ്മൾ CH സെൻ്ററും ഇതേമാതിരി തന്നെ പെട്ടെന്ന് നമുക്ക് പുറത്ത് കിട്ടണം, അത് നമ്മളൊരു അഭിലാഷമാണ്. അതിൻ്റെ വേണ്ടി ഞങ്ങളിവിടെ നല്ലൊരു കലക്ഷൻ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നാലകത്ത് CH സെൻ്ററിൻ്റെ അവിടുത്തെ പ്രസിഡൻറ്റ് അദ്ദേഹമൊക്കെ എല്ലാം അവിടെ പറഞ്ഞു CH സെൻ്റർ കംപ്ലീറ്റ് ചെയ്യണം. അതിനും വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും അതിനുശേഷം മൂപ്പര് നമുക്ക് ഒരു പാർട്ടിയൊക്കെ തന്നു. ആ പാർട്ടിയിൽ അപ്പോൾ ആരോ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ മാപ്പിളപ്പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും മാപ്പിളപ്പാട്ടിനെ പറ്റി എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ നല്ല പാട്ട് പാടും. അങ്ങനെ ഞങ്ങൾ പാട്ട് പാടി മുമ്പ് മാപ്പിളപ്പാട്ട് എന്ന് കേൾക്കുന്നതോട് കൂടെ തന്നെ ആ ലോകം മുഴുവൻ മാറുക. ആ രീതിയിലുള്ള മാപ്പിളപ്പാട്ടൊക്കെ പാടി ഞങ്ങൾ ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തുള്ളത്. ഈസക്കാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, എൻ്റെ വീട് പോത്താണ്. ഈസക്കാൻ്റെ ഭാര്യയുടെ ഉമ്മയുടെ വീട് പോത്താണ്. CH കുടുംബമാണ്. ഞങ്ങളെ ഖദീജ ഏതാണ് നമ്മളൊക്കെ ഒരു പ്രായത്തിലാണ് ഖദീജ പാലക്കാട് കല്യാണം കഴിക്കുന്നത്. അതിലുള്ള ഒരു മകളുടെ ഭർത്താവാണ് ഈസക്ക. പഠിച്ചതുപുരാൻ ഒരു നവസിദ്ധായികത്തിൽ പോകുന്ന എല്ലാ ആത്മാവും മരണത്തിൻ്റെ രുചി അറിയും. അള്ളാഹു നമ്മളെ സൂക്ഷിക്കുന്നു, അവൻ തന്നെ തിരിച്ചു വിളിക്കുന്നു. അതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾക്ക് എന്ത് നമ്മുടെ ജീവിതകാലത്തിൽ എന്തൊക്കെ നമ്മൾ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും എത്ര തന്നെ നമുക്ക് ഭൂമി ഉണ്ടെങ്കിലും മറ്റുള്ള നമ്മുടെ സമൂഹത്തിന് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു കയ്യൊപ്പ് കൂടി തിരിച്ചു പോകുമ്പോഴാണ്
നമ്മുടെ ജീവിതം സഫലമാവുന്നത്. പഠിച്ച തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്ത് പാപത്തും മകളത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അതിനെ അതിജീവിക്കാൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം അദ്ദേഹത്തെക്കാൾ ധർമ്മിഷ്ഠരാണ് അദ്ദേഹത്തിൻ്റെ മക്കളെന്നാണ്. അവരുടെ കച്ചവടം നല്ല രീതിയിൽ മുന്നോട്ട് പോയി ബർക്കത്ത് നൽകി അവർക്ക് സമാധാനത്തോടുകൂടിയുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഇന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂടി തികച്ചും ആകസ്മികമാണ്. നമുക്കറിയാം, പെരിന്തൽമണ്ണ CH സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്ന നാമങ്ങളിലൊന്നാണ് ഈസക്ക. അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് ഇത് യാഥാർത്ഥ്യമാക്കണം എന്ന് തോന്നിയിട്ട് ചെയ്ത പോലെയാണ് ഇതിൻ്റെ മീറ്റിംഗ് കൂടുമ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ധൃതി അദ്ദേഹം പിടിച്ചിരുന്നത്. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പോയി, പ്രത്യേകിച്ച് UAE പോയി ഇതിൻ്റെ ചാപ്റ്റർ രൂപീകരിക്കാൻ വേണ്ടി പല പ്രാവശ്യം അദ്ദേഹം നിർബന്ധപ്പെടുത്തി കുറച്ച് നീണ്ടുപോയപ്പോൾ അദ്ദേഹം അതിലുള്ള ചില പ്രയാസങ്ങൾ അടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് അങ്ങനെ പോയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓരോ സമയത്ത് പെട്ടെന്നാക്കണം എന്നുള്ള രൂപത്തിലായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ധൃതി പിടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് യാഥാർത്ഥ്യമായതിൽ പങ്കെടുക്കാൻ കഴിയാതെ ഒരുപക്ഷെ അദ്ദേഹം നമുക്ക് പോകുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് അതിന് സാധ്യമാക്കി എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. അള്ളാഹു പടച്ചവനെ ദാരിദ്ര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ആ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കി അതിനെ ക്ഷമയോടുകൂടി നേരിട്ട് അതിജീവിക്കണം. സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കുന്ന ആളുകൾ അള്ളാഹു പറഞ്ഞ പോലെ അത് സമ്പത്ത് വിനിയോഗിച്ചോ എന്നുള്ളതാണ് പടച്ചതം പരിശോധിക്കുക. ആ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈസ സാഹിബിൻ്റെ സമ്പത്ത് ലഭിക്കാത്ത ആളുകൾ, അർഹതപ്പെട്ട ആളുകൾ വളരെ കുറവായിരിക്കുന്നതാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണെങ്കിലും KMCC സംബന്ധിച്ചാണെങ്കിലും CH സെൻ്ററുകളെ സംബന്ധിച്ചാണെങ്കിലും ഒഴിച്ചുകൂടാനാത്ത ഒരു നാമമാണ് ഈസ സാഹിബിൻ്റെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ തൊഴിലിടത്ത് ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട 2 ആളുകൾ, അവർക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇന്നും ശമ്പളം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പ് എന്നുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയും അത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ആ നിലക്ക് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഇവിടെ ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അദ്ദേഹത്തിന് ദുആ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ നിസ്കരിക്കാൻ പറ്റി, നാളെ വെള്ളിയാഴ്ചയാണ്, നമ്മുടെയൊക്കെ പള്ളികളിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രത്യേകം മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് ചെയ്യണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഹപ്പുറത്ത് മറക്കണത്ത് നൽകട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവർത്തനമാണ് അസ്സലാമു അലൈക്കും വേദിയിൽ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയാൻ കഴിയുന്നില്ല. ബഹുമാന്യനായ ഈസക്കൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഹക്കും ബാത്തും, അതും അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷ ഗുണമായിരുന്നു. പിന്നെ മറ്റൊന്ന് സഹജീവികളോടുള്ള സ്നേഹം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നമ്മളുടെ ഉള്ള സമ്പത്ത് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് വലിയൊരു ധൈര്യം വേണം. ആ സമ്പത്ത് കയ്യിലുണ്ടായിട്ടല്ല, അത് കൊടുക്കാനുള്ളൊരു മനസ്സും അതിനൊരു ധൈര്യമൊക്കെ വേണം. അത്തരത്തിലുള്ള എല്ലാവിധ സഹജീവി സ്നേഹം, പിന്നെ കൃത്യനിഷ്ഠ, മറ്റ് ഒരു പൊതുരംഗത്ത് പാലിക്കേണ്ട മര്യാദകൾ, കടമകൾ, ഇതൊക്കെ വളരെ എല്ലാ സമ്മേളനമായിട്ടുള്ള ഒരു ബഹുമുഖ വ്യക്തിത്വത്തിലുണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. സർവശക്തനായ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം വിളക്കിലാക്കട്ടെ, ധന്യമാകട്ടെ.
മഗ്ഫിറത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാം. നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ MS അലവി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ റഷീദ് അലി ശിഹാബ് തങ്ങൾ സയ്യിദ്, ബഹുമാന്യൻ, വാക്കുകൾ കിട്ടുന്നില്ല. നമ്മളെങ്ങനെ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണമെന്ന് തന്നെ നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അവസാനമായി KPA മജീദ് സാഹിബിൻ്റെ വീട്ടിൽ ഞങ്ങൾ അധികം കമ്മിറ്റിക്കാരാണ് ഉണ്ടായിട്ടില്ല. ഞാനും സാഹിബും MS അലവി സാഹിബും മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് മജീദാർക്കാർക്ക് ചെറിയ അങ്ങോട്ട് വരാനെത്താൻ വിഷമം വന്നപ്പോൾ എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്തൊക്കെയോ പരിപാടി ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ടായിരുന്നു അവിടെ കയ്യിൽ. നമ്മൾ CS സെൻ്ററിൻ്റെ അവസാനത്തെയാണ് നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. വലിയൊരു ആൽബം നമുക്ക് സമ്മാനിക്കുകയാണ്, നിങ്ങളത് നോക്കണം എന്നാണ്. ആ ആൽബം വളരെ ഭംഗിയാക്കി അദ്ദേഹം അത് നമ്മൾക്ക് തന്നു. എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടാണ്. CS സെൻ്ററിൻ്റെ ഓരോ മീറ്റിംഗ് കൂടുമ്പോഴും വളരെ കൃത്യമായി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ട്രഷറി എന്നുള്ളത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിലും ഗൂഗിൾ മീറ്റിങ്ങിലാണെങ്കിലും അവിടെയും തന്നെ അദ്ദേഹത്തിൻ്റെ കണക്ക് ഇവിടെ നിന്ന് ശേഖരിച്ച് അത് അദ്ദേഹമാണ് അവതരിപ്പിക്കുക. അങ്ങനെ ഓരോ മീറ്റിങ്ങിലും ഇപ്പം നമ്മളൊന്നും CS സെൻ്ററിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത അത്ര മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവസാനമായി മജീദ് സാഹിബിൻ്റെ വീട്ടിൽ വെച്ച് നിന്ന് ഇതിൻ്റെ പ്രയാണം ഇനി എങ്ങനെ കൊണ്ടുപോകണം, നമുക്കത് സ്ഥാപനം ഉണ്ടാക്കിയാൽ പോരല്ലോ, ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. ഡോക്ടർമാരെ നമ്മൾ നിയമിച്ച് അവിടെ വെച്ചിട്ടാണ് ഡോക്ടർമാരെ നമ്മൾ നിയമിക്കുന്നത്, മജീദാക്കാരെ കയ്യിൽ വെച്ചിട്ടാണ്. തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഫിസിയോതെറാപ്പിക്ക് അവിടുന്ന് തീരുമാനിച്ചു. അത് മാത്രമല്ല വോളണ്ടിയർമാരുടെ ഇത് വിളിക്കണം എന്ന് പറഞ്ഞു. എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് ഇവിടെ നാസർ മാഷ് പറഞ്ഞ പോലെ അദ്ദേഹം നമ്മൾക്കൊക്കെ ഇത് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വിടവാങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിടവ് ഒരു പക്ഷേ എല്ലാ ചൂടിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും അദ്ദേഹം കോഴിക്കോടാണെങ്കിലും ഒക്കെ അദ്ദേഹം മനസ്സായിട്ട് സഹായിക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് പെരിന്തൽമണ്ണ CS സെൻ്ററിനെ അദ്ദേഹം നെറ്റോട് ചേർത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്തിനും സന്തോഷത്തിനും ആക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ആഖിറുദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, അസ്സലാമു അലൈക്കും. ഇസാഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ സ്റ്റേജിലിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ പറയാനുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചത്. വളരെ സമ്പന്നനായി ജനിച്ച് അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് ചെറുകര 4 മണിക്ക് ഇതുപോലെ വസ്ത്രനമസ്കാരത്തിന് ശേഷം എലംകുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഇതുപോലെയുള്ള ഒരു അനുശോചന യോഗം സംഘടിപ്പിച്ചു. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തു. അതുണ്ടായ കാരണം അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളെപ്പോഴും അഹങ്കാരത്തോടെ ബാസിത്ത് ചെറുകരക്കാരനായതുകൊണ്ട് ബാസിത്തിൻ്റെ കബറിടത്തിലേക്ക് അദ്ദേഹം പാസ് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായും ആ കബറ് പോയി സിയാറത്ത് ചെയ്തിട്ട് അദ്ദേഹം പാസ് ചെയ്യാറുള്ളൂ. അത്രത്തോളം ബാസിത്തിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഞങ്ങളുടെ നാടിന് കിട്ടിയ ഒരു അഭിമാനമായി ഞങ്ങൾ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞങ്ങൾ ചെറുകരക്കാർ എന്ത് പറഞ്ഞാലും ഇതുപോലെയുള്ള പാലിയേറ്റീവിൻ്റെ മീറ്റിങ്ങിൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് കയറി വന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു 15,000 രൂപ വെച്ച്. അദ്ദേഹം 15,000 എന്നല്ല പറഞ്ഞത്, നിങ്ങൾക്കൊരു ദിവസത്തെ ചെലവിന് ഒരു മാസത്തെ ചെലവിന് എത്ര രൂപ വരും എന്ന് ചോദിച്ചു. അപ്പം അന്ന് ഞങ്ങൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 30,000 രൂപയോളം വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിൻ്റെ പകുതി എല്ലാ മാസവും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അദ്ദേഹം അവസാനം ഗഡു CS സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസത്തെ അഡ്വാൻസ് ചെയ്ത് കൊടുത്തിട്ടാണ് അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മറന്നാലും അദ്ദേഹം എന്താ നിങ്ങളുടെ ഈ മാസത്തെ ഇത്ര മാസമായി എന്താരോ ഒന്ന് വിളിച്ച് ചോദിക്കാത്ത എന്ന് ചോദിച്ച് സത്യസന്ധമായി നമ്മളെക്കാളും ആത്മാർത്ഥമായി ആ കാര്യങ്ങൾ വളരെ ചിട്ടയോട് കൈകാര്യം ചെയ്തുകൊണ്ട് ആ പൈസ നമുക്ക് എത്തിച്ചു തന്നിരുന്നു. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും. ഞങ്ങൾ കൂടുതലായി ഒന്നും പറയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നമസ്കാരം.
അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമു അലാ ഇബാദിഹിൽ മുസ്തഫാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ബഹുമാനപ്പെട്ട ഈസാ സാഹിബിൻ്റെ വിയോഗം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും KMCCക്കും CH സെൻ്ററുകൾക്കും തീരെ നഷ്ടമാണ്. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാലും അദ്ദേഹത്തെ പറ്റി നല്ലത് പറയാൻ ആളുകളുണ്ടാവുക, അദ്ദേഹത്തിന് വേണ്ടി നല്ലത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തുക എന്നുള്ളത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സുഹൃതമാണ്. അങ്ങനെ എല്ലാവരാലും നല്ലത് പറയപ്പെടുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് ഈസാ സാഹിബ്. അദ്ദേഹം ഒരുപാട് മാതൃകകൾ രാഷ്ട്രീയ രംഗത്തും പൊതുമേഖലയിലും ജീവകാരുണ്യ മേഖലയിലുമൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃകയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പടച്ചതമ്പനാൻ ഈസാ സാഹിബിന് മഗ്ഫിറത്തും മർഹമത്തും ജന്നാത്തുൽ ഫിർദൗസും ഉറപ്പായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അബുദാബി ചാപ്റ്ററിനെ പ്രതിനിധീകരിച്ച് മജീദ് അണ്ണാന്തൊടി. ബഹുമാനികളെ, അസ്സലാമു അലൈക്കും. വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ, അതും നമ്മോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് പോലും ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ആദരണീയനായ ട്രഷറർ ഈസാക്ക, അദ്ദേഹത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അദ്ദേഹത്തെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ ബന്ധമുള്ള ഒരു മനുഷ്യനെ ദുബൈയിൽ വെച്ച് പ്രിയപ്പെട്ട MS-ൻ്റെയും മുത്തോക്കാൻ്റെയും കൂടെ കണ്ട് ഒരുപാട് സംസാരിച്ചു. ശേഷം അബുദാബിയിലേക്ക് വന്നു. നിങ്ങൾ അവിടെ സംസാരിച്ചത് തന്നെ അബുദാബിയിലും സംസാരിക്കണമെന്ന് പറഞ്ഞ് അബുദാബിയിലും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ ഈ പെരിന്തൽമണ്ണയുടെ ചുറ്റുവട്ടത്തെ എവിടെയെങ്കിലും സ്ഥാപിക്കുക എന്നത്. അതുമായി ബന്ധപ്പെട്ട് കേവലം ഒരാശ പങ്കുവെക്കലല്ല, വളരെ ആഴത്തിൽ അത് പഠിച്ചു, ലോകത്തെ ഇന്നത്തെ സാഹചര്യങ്ങൾ പഠിച്ചു, അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ച് വിശദമായി പഠിച്ച്, അതൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പഠിച്ച് അവതരിപ്പിച്ച് പറഞ്ഞു. അത് യോഗത്തിലും വ്യക്തിപരമായിട്ടും പറഞ്ഞു. അതിനുശേഷം മൂന്നാമതായി കാണുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ്. അന്നും അദ്ദേഹം പങ്കുവച്ചത്, ഇൻഷാ അല്ലാഹ് ഞാൻ UAE-യിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടാം, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇരിക്കേണ്ടതുണ്ട്, നമുക്ക് CH സെൻ്ററിന് കൊടുക്കേണ്ടതുണ്ട്, CH സെൻ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ഫിസിയോതെറാപ്പി സെൻ്ററിൽ നിന്ന് നമ്മുടെ പ്രവർത്തകർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് പങ്കുവച്ചിട്ടാണ്. ഈസാ സാഹിബാണ് നമ്മളെ വിട്ട് പിന്നിരുന്നത്. ഇന്നലെ കാലത്ത് ഇവിടെ TV ഇബ്രാഹിമിൻ്റെ PA വിളിച്ച് ഈസാക്ക പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഈസാക്ക ആവില്ല, അത് നമ്മളെ അക്രമാജിയാണ്, എനിക്ക് മാറിയതാണ് എന്ന് പറഞ്ഞു. അല്ല, നമ്മുടെ ഈസാക്ക തന്നെ, ഖത്തറിലെ ഈസാക്ക പോയി എന്ന് പറഞ്ഞപ്പോഴാണ് അന്വേഷിച്ചത്. ന്യൂമോണിയ വന്നത് അറിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെ പെട്ടെന്ന് കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് സങ്കടമാണ്, പക്ഷേ അദ്ദേഹത്തിന് അത് സന്തോഷദായകമായ യാത്രയാണ്. ഈസാ സാഹിബിനെ അടുത്തറിയുന്നവർക്കറിയാം, ആ മനുഷ്യൻ സമ്പത്ത് കുമിഞ്ഞു കൂടിയതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ അത്രമാത്രം വലിയ മനസ്സ്, ആ സമ്പത്തിനേക്കാൾ വലിയ മനസ്സുണ്ടായതുകൊണ്ട് സമ്പത്ത് ഗൗനിച്ചിട്ടില്ല. അർഹനിലേക്ക് അത് വല്ലാതെ ഒഴുകിപ്പോയിരുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് യൂസുഫ് കർദാവിയുടെ സമാനമായ ദിനാസംസ്കാരവും പ്രാർത്ഥനകളും കിട്ടുന്നത്. അദ്ദേഹത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. അബുദാബിയിലെ ഞങ്ങളുടെ ഓരോ പ്രവർത്തകരുടെയും കണ്ണീരണിഞ്ഞ പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തെ വേദനയോടെ ഓർത്തുകൊണ്ട്, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ എന്നും ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ആ മഹാമനീഷിയെ ഉൾപ്പെടുത്തണമെന്ന് വളരെ താഴോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇശാ നമസ്കാരത്തോടു കൂടി മയ്യത്തെടുക്കണം എന്നുള്ളതായിരുന്നു നമ്മളെ അവിടുന്ന് നിരന്തരമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഒക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നതും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു നീങ്ങിയിരുന്നത്.
പക്ഷെ അഭൂതപൂർവമായിട്ടുള്ള വലിയ ജനക്കൂട്ടം. ഗൾഫ് നാടുകളിൽ അങ്ങനെ ഒരു സംഗതിക്ക് പെർമിഷൻ കൊടുക്കാൻ ഇല്ല എന്നുള്ളതാണ് പൊതുവെ ഞങ്ങളുടെയൊക്കെ ധാരണ. ഇത് ഏതാണ്ട് ഒരു 10,000-10,000-ഓളം ആളുകളുടെ വ്യവസായം ആളുകൾ തിങ്ങി നിറഞ്ഞ് ആ പരിപാടിയിൽ പെട്ടെന്നൊന്നും മയ്യത്തെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ പിന്നെ പുലർച്ചെയാണ് ഈ ആളുകളൊക്കെ ഒന്ന് കണ്ട് പിരിഞ്ഞ് മയ്യത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് മയ്യത്തെടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഫൈറൂസ് സാഹിബ് നമ്മുടെ വേങ്ങൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ഖത്തർ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു വ്യവസായിയാണ്. നമ്മുടെ KMCC-യുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെയും ഇതേപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഭാഗമായി പ്രവർത്തിക്കാൻ വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈസാക്കയുമായി വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ് അദ്ദേഹം. മേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഇന്നലെ ഖത്തറിൽ പങ്കെടുത്ത് ഇന്ന് പുലർച്ചെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് അവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹം പോരാൻ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇന്നത്തെ ഈ ഒരു അനുസ്മരണ പരിപാടിയിൽ ദ്വാ സദസ്സിലും ഫൈറൂസ് സാഹിബ് പങ്കെടുത്താൽ നന്നായിരുന്നു എന്നുള്ളത് നമ്മളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നേരെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവർ 1-2 ആളുകൾ സംസാരിച്ചതിന് ശേഷം അദ്ദേഹവും നമ്മളോട് സംസാരിക്കും. എന്താണെങ്കിലും ആ സങ്കടകരമായ ഒരു സാഹചര്യത്തിന് ഒരു ഐ വിറ്റ്നസ് എന്നുള്ള നിലക്ക്, ദൃക്സാക്ഷി എന്നുള്ള നിലക്ക് അതിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അത് പെരിന്തൽമണ്ണ CHനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോടുള്ള ഒരു നന്ദിയും കടപ്പാടും ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടി സമയം വൈകാതെ ഈ പരിപാടി പിരിച്ചുവിടുന്നതിന് മുമ്പായി എത്താൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ശ്രമത്തെ നമ്മൾ മുഴുവനെടുക്കുന്നു. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ദുബായ് ചാപ്റ്ററിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബറിൽ ഈസ സാഹിബ് നമ്മൾ ഈസ സാഹിബിൻ്റെ അനുസ്മരണ ഓരോരുത്തരും നമ്മൾ ഇന്നലെ മുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈസ സാഹിബിനെ കുറിച്ച് പല മതങ്ങളും കണ്ടും കേട്ടും ആ വ്യക്തികളാണ്. അപ്പം അതിലേറെ ഉണ്ടാവും പലർക്കും പറയാൻ. അത്രയും അനുഭവം എന്താ പറയുക ആളുകളോട് ഇടപഴകിയ ഒരു വ്യക്തിയാണ്. എനിക്ക് ഈസ സാഹിബിനെ പരിചയം നേരത്തെ ഷൗക്കത്ത് സാഹിബ് വന്ന ചെറുകരത്തെ ബാസിത്ത് മുഖാന്തരാണ്. അതിനുശേഷം 2022-23 ഈസ സാഹിബ് ദുബായിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് CH സെന്ററിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈസ സാഹിബിനോട് പറഞ്ഞു ഇന്നേ വരെ പെരിന്തൽമണ്ണെന്ന് ആരും ഞങ്ങളോട് CH സെന്ററിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ മൂപ്പർ പറഞ്ഞ് ഞാൻ നിങ്ങളോട് പോയി സംസാരിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണയിലെ ഒരു CH സെന്ററിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പൂർണ്ണ പിന്തുണ അതിനുണ്ടാവണം എന്നും പറഞ്ഞ് ആൾ പോയത്. അപ്പോൾ ആൾ ഞങ്ങളോട് പറഞ്ഞൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും എൻ്റെ ബിസിനസ്സിൽ നിന്ന് അങ്ങനെ എടുത്ത് കൊടുക്കുകയല്ല, അതിനൊക്കെ ഓരോ ശതമാനം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ CH സെന്ററും അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എൻ്റെ മനസ്സിലൊരു പദ്ധതികളുണ്ട്. എന്തോ നമുക്കൊരു ഹോട്ടൽ പോലെ എന്തെങ്കിലും KMCC-ക്കാർക്ക് എല്ലാവരും കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശതമാനം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മതി, നമുക്ക് CH സെന്റർ മുന്നോട്ട് പോവാം എന്ന രീതിയിൽ പല ആശയങ്ങളും ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്കിപ്പോൾ തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്വം നമുക്ക് വീണ്ടും കൂടുകയാണ്. കാരണം മൂപ്പര് ഒരുപാട് ആഗ്രഹങ്ങളും ആശയങ്ങളും, കാരണം ഈ CH സെന്ററിന് വേണ്ടിയിട്ട് മൂപ്പര് ഇപ്പോൾ ലാസ്റ്റ് ദുബായിൽ വിസിറ്റ് ചെയ്തപ്പോൾ നമ്മളൊരു സുഹൃത്ത് ജസ്റ്റ് ചെറുപ്പക്കാരനാണ്, കാലം കണ്ടിട്ടുണ്ടപ്പോൾ മൂപ്പര് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് നോട്ടീസ് ചെയ്തിട്ട് പറയുന്നത്, കാരണം ഫുട്ബോളിലൂടെ കളിച്ചിട്ട് കാലിതായെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാല് കണ്ടില്ല, ഞാൻ തന്നെ ഇപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടി നടക്കുന്നത്. ലിഗ്മെന്റിന്റെ പ്രോബ്ലം ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്ത് സുഖപ്പെടുത്തിക്കോളുണ്ട്. കാരണം ചെറുപ്പക്കാരൊന്നും ഇങ്ങനെ ഞൊണ്ടി നടക്കാൻ പറ്റൂല. അപ്പൊ അത്രയും മൈന്യൂട്ട് കാര്യങ്ങൾ പോലും മൂപ്പര് നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഞങ്ങൾ KMCC-ക്കാരെ സമയത്തോളം ഇത് ഉത്തരവാദിത്വം കൂടിയിരിക്കുകയാണ്. മൂപ്പരെ ഈ ഒരു CH സെന്ററിനോടുള്ള മുഹബത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് ഞങ്ങൾക്ക് പ്രചോദനം കണ്ടുകൊണ്ട് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് മൂപ്പരെ ആ ഒരു എന്താ പറയുക ഇതിനോടുള്ളൊരു അത്രയും ഇൻട്രസ്റ്റ് ആണ് മൂപ്പർക്ക്. മൂപ്പരത് പറഞ്ഞത് നമുക്കൊരു ഹോട്ടൽ പോലെയോ അല്ലെങ്കിൽ KMCC-ക്കാർക്ക് എല്ലാം കൂടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു വ്യവസായം നമ്മൾ പെരിന്തൽമണ്ണ സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെയൊക്കെ എല്ലാ പദ്ധതികളും എൻ്റെ അടുത്തുണ്ട്, നമുക്കത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ശതമാനം മാറ്റി വെച്ചാൽ മതി, നമ്മളെ പെരിന്തൽമണ്ണ CH സെന്റർ മുന്നോട്ട് പോകാൻ എന്നുള്ള രീതിയിലാണ്. ഇൻഷാ അല്ലാഹ് പടച്ചറബ് എല്ലാവിധ പാപങ്ങളും പുറത്തു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലായി കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഫായിസീൻ. അമ്മാ ബഅദ്.
വേദിയിലെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, CH സെൻ്റർ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ജിദ്ദയിലിരുന്ന് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നേരിട്ട് കണ്ടും കേട്ടും ആസ്വദിച്ച് നാട്ടിൽ ലീവിന് വന്ന ഈ അവസരത്തിൽ ഈ അടുത്ത ദിവസമാണ് നാട്ടിലേക്ക് എത്തിയത്. CH സെൻ്റർ സന്ദർശിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ സന്ദർശനം ഇങ്ങനെ ഒരു ഒത്തുകൂടലും ഒരു സന്ദർശനവും ആയിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രിയപ്പെട്ട ഈസ സാഹിബ് നേരിട്ട് കാണാൻ അവസരം ഉണ്ടായിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഓരോ ക്ലിപ്പുകളിലൂടെയും അതുപോലെ തന്നെ പലരുടെയും എഴുത്തുകളൊക്കെയായി വായിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിക്കാത്തത് ഒരു വലിയ നഷ്ടമായി എന്നാണ് തോന്നുന്നത്. എന്തായാലും അല്ലാഹു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇന്നലെ അവിടെ നടന്ന ജനാസ സംസ്കരണ ചടങ്ങുമായി നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ ഒരു പ്രവാസ ലോകത്ത് വിദേശിയായ ഒരാൾ മരണപ്പെടുമ്പോൾ ഇത്രയും വലിയൊരു ജനാവലി സംഘടിച്ചത് ഒന്ന് ഇന്നലെ ഖത്തറിൽ പ്രിയപ്പെട്ട ഈസ സാഹിബിനായിരുന്നു. അതുപോലെ എൻ്റെ അനുഭവത്തിൽ മറ്റൊന്നുള്ളത് ജിദ്ദയിൽ ഞങ്ങളോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട ദാറുൽ ഹുദ ജിദ്ദ ചാപ്റ്ററിൻ്റെ എല്ലാമായിരുന്ന സുബൈർ ഹുദവി മാത്രമായിരുന്നു എൻ്റെ അറിവിലുള്ളത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ സേവനങ്ങൾക്ക് ജനങ്ങൾ അതിനെ എത്ര കണ്ട് വില കൽപ്പിക്കുന്നുണ്ട് എന്നും ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് എത്ര സ്ഥാനമുണ്ട് എന്നുമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കതിലുള്ള പാഠം അവരെ പോലെ നമ്മുടെ പ്രവർത്തന മേഖലയും ക്രമീകരിച്ച് അവരുടെ പിഴവുകൾ നികത്താൻ വേണ്ടി നാം ഓരോരുത്തരും മനസ്സാ വാച കർമ്മണ മുന്നിട്ടിറങ്ങണമെന്നാണ് ഈ സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഓരോരുത്തരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട ഈസ സാഹിബിനും അതുപോലെ തന്നെ അക്രം ഹാജിക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥന നടത്തുക എന്നതാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സ്വർഗീയ ഭ്രമണമാക്കി മാറ്റുമാറാവട്ടെ. സ്വർഗീയ അനുഭൂതികൾ അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു വിട്ട് നൽകുമാറാവട്ടെ. ജീവിതകാലത്ത് അവർ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുകയും ഇത്തരം സംരംഭങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് CH സെൻ്റർ ജിദ്ദ ചാപ്റ്ററിൻ്റെയും ജിദ്ദ KMCCയുടെയും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളുടെ എല്ലാമായിരുന്ന ഈസക്കാനെ സംബന്ധിച്ച് വളരെ വിശദീകരിച്ച് പറയേണ്ട ഒരാളല്ല. എനിക്ക് ഇന്നത്തെ ഇവിടുത്തെ ഓരോ ഗ്രൂപ്പിലുള്ള ഓരോ നോട്ടുകളും കണ്ടു. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വാക്കുകൾ മുഴുമിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കഴിഞ്ഞ ഇന്നലെ സുബൈക്ക് നീറ്റ് നാട്ടിൽ നിന്നുള്ള മരണവാർത്ത കേട്ട് അതേപറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് 6 മണിയോടെ ഈസഖാൻ്റെ മരണവാർത്ത ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞ സമയത്ത് വല്ലാതെ മനസ്സ് പൊട്ടിപ്പോകുന്ന സാധ്യതയായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈസഖ മാസത്തിലെന്ന് പറയുന്ന പോലെ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവും. അത് ചികിത്സ കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് തിരിച്ച് അതേ ഫുൾ പവറിൽ എല്ലാ വേദികളിലും ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു നിമിഷമായിരുന്നു ഇന്നലെ രാവിലെ. ജനാദ നമസ്കാരത്തിന് വേണ്ടിയിട്ട് പങ്കെടുന്നതല്ല, പതിനായിരങ്ങളല്ല, പള്ളി നിറഞ്ഞിട്ടും അതിൻ്റെ മുകളിൽ ഇപ്പം ഇവിടുത്തെ നോട്ടിൽ ഉണ്ടായിരുന്നു, പള്ളി നിറഞ്ഞ് പള്ളിയുടെ മുകൾ ഭാഗത്ത് ഇമാമ് അതിലുള്ള സൗകര്യങ്ങളുണ്ട്, നിങ്ങളവിടെ ലൈറ്റും കാര്യങ്ങളും ഓപ്പൺ ചെയ്യുക, അവിടുത്തെ സ്റ്റാഫുകളുടെ അടുത്ത് പറഞ്ഞ് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും. വീണ്ടും ഉണർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്രയും ജനം കവിഞ്ഞ് പള്ളിയുടെ അകത്തും പുറത്തും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. ഏശാ നിസ്കാരം കഴിഞ്ഞ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴും ആളുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുക. 10,000 കവിഞ്ഞു എന്നുള്ളതാണ്. അതിലൊക്കെ ഉപരി ഒരു മയ്യത്ത് മറവിടുന്ന സമയത്ത് ഖബറിലേക്ക് വെക്കുന്ന അവിടെ ആ മുൻപന്തിയിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. എൻ്റെ ബാക്കിൽ നിന്ന് 2 വ്യക്തികൾ സംസാരിക്കുന്ന ഒരു നോട്ടാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. 2 വ്യക്തികൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈസക്ക അങ്ങോട്ടുള്ള ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്, നമ്മളൊക്കെ എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കണ ഓരോരോ വാക്കുകൾ തന്നെയാണ്. കാരണം നമുക്കും ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട വിധത്തിൽ സമുദായത്തിനും വേണ്ട എല്ലാ ഉപകാരങ്ങളും ചെയ്യാനുള്ള ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നമുക്കും അടച്ച റബ്ബ് തരട്ടെ എന്നുള്ളതാണ് ഇതിനോട് കൂടെ പറയാനുള്ളത്. എന്തായാലും ഖത്തറിൽ നിന്നുള്ളൊരു അഭിമുഖമായിട്ട് വന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന ഈസക്ക എന്ത് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ, അതിൻ്റെ എന്തെല്ലാം ബാക്കി വെച്ചിട്ടുണ്ടോ, അതിൽ ഞങ്ങളാൽ കഴിയുന്ന പിന്തുണ CH സെൻറ്റർ എന്ന് പറഞ്ഞ ഈസക്കയുടെ ഒരു ആയുസിൻ്റെ പകുതി എന്ന് പറയുന്ന പോലത്തെ വാക്കാണ് ഇതിൽ പറയാനുള്ളൂ. ഞങ്ങളാൽ കഴിയുന്ന എന്തും ഒരുമിച്ച് തരാനും ഞങ്ങളതിലേക്ക് മുൻപോട്ട് ഉണ്ടാവും എന്നുള്ളൊരു വാക്കാണ് ഈ ഒരു സദസ്സിൽ വെച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് CH സെൻറ്റർ ഖത്തർ ചാപ്റ്ററിൻ്റെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യത്തിൽ പറ്റിയിട്ടുള്ളതാണ്. റമളാൻ 1 ഞങ്ങൾ CH സെൻറ്റർ ഖത്തർ ചാപ്റ്റർ ഒരു ദുആ മജ്‌ലിസും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. റമളാൻ 1 ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് വാക്കുകളൊന്നും പറയാൻ കിട്ടുന്നില്ല. ഇത്രയും വലിയൊരു വേർപാട് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം വെച്ചാൽ ഈസക്ക ഇന്നും നമ്മളിൽ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോഴും പോകാൻ കഴിയുന്നത്. മരണപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഖത്തറിലെ ഓരോ വ്യക്തികളും ഓരോ മലയാളി എന്നല്ല, ഇന്ത്യ മറ്റ് രാജ്യക്കാർ പോലും അവിടെ പറയുന്ന ഒരു വാക്കാണ് ഈ മരണപ്പെട്ടു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ആ ഖത്തർ എന്നതിലെ ഒരു ബന്ധം നിലനിർത്തിയിരുന്നൊരു വ്യക്തി എന്നുള്ളത് ഇന്നലത്തെ ഒരു ജനാസ നമസ്കാരത്തിന് കൂടിയ ജനങ്ങൾ ഇപ്പോൾ എല്ലാ വീഡിയോയിൽ കൂടി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് വല്ലാത്ത ഈസക്കയുടെ പരലോക ജീവിതം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പാപങ്ങളുണ്ടെങ്കിൽ പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവരും തൗഫീഖ് നൽകുമാറാട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഈസാഖാനെ നമ്മൾ വിസ്മരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ, കൂടുതൽ പരിചയമൊന്നുമില്ലെങ്കിലും 2-3 തവണകൾ കുറച്ച് സമയം കൂടെ ചെലവഴിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ സംഘടന രംഗത്ത് നിൽക്കുമ്പോൾ 2 തവണകളായി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളായി ഞങ്ങൾ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ പ്രോഗ്രാമിനാണ് ക്യാഷ് തേടി പോവുക. പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ബാധ്യത വന്നിട്ട് ഈസാക്ക മറ്റെന്തെങ്കിലും പരിപാടിക്ക് വരുമ്പോൾ ആദ്യം നഹാസ് പരിചയപ്പെടുത്തി ഇപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ചെന്നിട്ട് ചോദിക്കും, എത്രയുണ്ട് ബാധ്യത, നിങ്ങൾ ബാധ്യത പേറി സംഘടനാ പ്രവർത്തനം നടത്തേണ്ടവരല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ചേർത്ത് പിടിച്ച പല രംഗങ്ങളും ഓർക്കുകയാണ്. അതേപോലെ തന്നെ പള്ളികൾക്ക് നൽകിയതിൻ്റെ അപ്പുറത്ത്
നിലവിൽ കാളികാവ് വാഫി ക്യാമ്പസിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു മാറി. വലിയൊരു സംഭാവന ഞങ്ങൾക്ക് നൽകി. ആർക്കും അറിയില്ല, ഇപ്പോഴും ട്രഷർ സ്ഥാനത്താണ് എല്ലാ സ്ഥാപനങ്ങളും നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ നൽകിയ മുഴുവൻ സംഭാവനകളും അദ്ദേഹത്തിന് ഖബറിലും ഖബറാനന്തര ജീവിതത്തിലും സൗഭാഗ്യമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കുറിച്ച് എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വാഫി സൂചിപ്പിച്ചതുപോലെ അടുത്ത് കൂടുതൽ പരിചയമില്ലായെങ്കിലും അദ്ദേഹത്തെ ഒരുപാട് കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. CSRമായും അതുപോലെ തന്നെ സിംസ അക്കാഡമിയുമായിട്ടൊക്കെ. ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് കബറമ്പിൽ ഒരു ലൈബ്രറിക്ക് വേണ്ട എല്ലാ പുസ്തകത്തിലുള്ള ഫണ്ടും അദ്ദേഹത്തിന് കബറമ്പ് എന്നുള്ളത് ചിലപ്പോൾ സലീം സാഹിബിലൂടെയോ സാഹിബിലൂടെയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവുക. പക്ഷേ ഒന്നുകൂടെ MSF-ലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാ സൗകര്യവും കബറമ്പിന് വേണ്ടി ഇവിടുത്തെ നേതാവാണ്. അതുപോലെ തന്നെ ഇന്നലെ രാവിലെ ഇസാക്ക മരണപ്പെട്ടു നടക്കുമ്പോൾ നമ്മളടുത്ത് പരിചയമില്ലെങ്കിലും എന്തോ ഒരു സ്തംഭനം നമ്മളത് ഫീൽ ചെയ്തു. എന്തൊക്കെ ആയിരുന്നു അദ്ദേഹം എന്നുള്ളത് അറിയാത്ത മനസ്സിൽ വന്നതാണ്. എന്തായാലും നമ്മളെ അദ്ദേഹത്തെ അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടിട്ട് പ്രവർത്തിച്ചുകൊണ്ട്